വ്ളോഗ് നമ്പർ 2. ഇനി എന്തൊക്കെ കാണണമെന്നാണ്. ഇന്നലത്തെ വിശേഷങ്ങളൊക്കെ ഇപ്പോൾ തീർന്നതേ ഉള്ളൂ. ഇനി പുതിയ വിശേഷങ്ങൾ. നമ്മളെ താരം വരെയാണ്. താരം ആക്ടർ മെയിൻ താരം. കഴിഞ്ഞ വീഡിയോ രാത്രി 2 മണിയായിരുന്നു. ഈ വീഡിയോ രാത്രി 1 മണി. ചായ കുടിക്കാൻ പോവുകയാണ് ഗൈസ്. അതെ ഗൈസ്, ചായ കുടിക്കുക. ഇന്ന് നമ്മൾ പോകുന്ന കടയുടെ പേരാണ് റിലാക്സ് കഫേ. മലയാളി കടയാണ്. ചെന്നൈയിൽ മലയാളി കട റെയറാണ്. ഇല്ലാത്തത് റെയറാണ് ഗൈസ് നമ്മളെ ആസിഫുണ്ട്. ചാൻസ് ഇല്ല ഗൈസ്. ഇന്നത്തെ അതിൻ്റെ ഓഡിയോ നമുക്ക് സെലിബ്രേറ്റ് മിണ്ടാതെ അവൻ വേറെ ഒന്നുമില്ല. അവൻ പറയണത് ഇപ്പോഴേ ഞാൻ വലിയ റീച്ചായി, ഇനി അടുത്ത വീഡിയോയിലൊക്കെ ഇട്ട് എന്നെ റീച്ച് ആക്കണ്ട, ഇപ്പോഴേ ഇങ്ങനെ ആയിരിക്കണം, എനിക്ക് ഇനി എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ മാസ്ക് തൊപ്പിയൊക്കെ വെച്ചിട്ട് പോകാൻ വയ്യ, എല്ലാവരും സെൽഫി പറഞ്ഞ് ഓടി വരുന്നത്. എയർപോർട്ട് ഗേൾസ് ഒക്കെ വന്ന് സെൽഫി മട്ടില്ല. സാർ പ്ലീസ്. ഗേൾസിന് ചിലവർക്കൊക്കെ 45 വയസ്സുണ്ട്. ഗൈസ് എല്ലാ പ്രശ്നവും ഒതുക്കാൻ ഈ പച്ച ഷർട്ട് ഇട്ടോ മാറണം. അവൻ്റെ കയ്യിൽ ഒതുങ്ങുന്നാണ് തോന്നുന്നത് ഗൈസ്. സക്സസ് ഫൈനലി ഓപ്പൺ. ഗൈസ് ആഷിനിപ്പോൾ മറ്റേ വണ്ടിയിൽ പോയി. ഞാൻ ഇനി പ്രഭിൻ്റെ ടീം. കുറച്ച് ദിവസമായി ഗൈസ് പരിപാടി. അതെ ഇവനാണെങ്കിൽ പ്രഭിനെ വിറ്റ് ജീവിക്കാന്നാണ് അവൻ വിചാരിക്കുന്നത്. നമ്മൾ വിടുവോ? നമ്മൾ ഒരേ നാട്ടുകാർ. അതുകൊണ്ട് ആശിനെ നമ്മുടെ നമ്മുടെ കൂട്ടുകാരൊക്കെ എന്തൊക്കെ. പക്ഷേ വരുന്നു കഥ മാറി. ആശിനെ വേണോ? ചക്ര കുട്ട വേണോ? അതെ, നിങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നെ കുറിച്ച് പൊക്കി പറഞ്ഞുകൊണ്ടിരുന്ന. നമ്മളിപ്പോൾ ഒരു ചായക്കടയുടെ ഫ്രണ്ടിൽ ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. കറക്റ്റ് എക്സാക്ട് സ്പേസ് ഒന്നുണ്ട് ഗൈസ്. കട്ട് ചെയ്തിട്ട് ഒന്നുണ്ട് വരാം ഗൈസ്. നമ്മളിപ്പോൾ എക്സാക്റ്റ് ആയിട്ട് പല്ലാവരം എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 3 ഹോർലിക്സും 2 ബൂസ്റ്റും പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അത് വരുന്ന സമയത്ത് നമ്മൾ വേറൊരു ടാസ്ക് ഇവിടെ കംപ്ലീറ്റ് ആക്കുമ്പോഴാണ്. ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, പ്രഭിനെ നിനക്ക് ചെന്നൈയിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യം പറ. ചെന്നൈയിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യം, എനിക്ക് ചെന്നൈ ഫേവറേറ്റ് അല്ല. അങ്ങനെ വെറുത്ത വാക്ക് പറയല്ലേ. 2 വർഷം ജീവിച്ചിട്ട് ഞാൻ എപ്പോഴും ചെന്നൈയിൽ ഹോട്ടലാണ് பார்த்தത്. ചെന്നൈയിൽ വന്നിട്ട് ഒന്നും പഠിച്ചില്ല. ഞാൻ കുറെ അനുഭവം മാത്രം പറ്റുന്നു. നിനക്ക് ചെന്നൈ എന്തോന്ന് തന്നു? ആശിനാണ് എല്ലാവരും ഇല്ല കട. ഈ ചെന്നൈയിൽ ഒന്ന് പഠിച്ചത് പട്ടിണി അടക്കാൻ പഠിച്ചു. പട്ടിണി പിന്നെ ഒറ്റ കുടിക്കുന്നത് ഹോർലിക്സ്. ഗൈസ് അവൻ പറഞ്ഞെന്ന് വെച്ചാൽ കയ്യിൽ ഹോർലിക്സ് വെച്ചിട്ട് ഇവിടെ തേയില സൂപ്പർ തേയില കിട്ടും. 8 രൂപയേ ഉള്ളൂ. 15 രൂപയ്ക്ക് ഹോർലിക്സ് കുടിക്കും. എന്നിട്ട് പട്ടിണി കിടന്നു പോകും. ഞാൻ മറ്റില്ല, എല്ലാവരും ചേർന്നാണ് ഹോർലിക്സ്. പിന്നെ നമുക്ക് ആസിഫിന്റെ അനിയനുണ്ട്. അനിയൻ എന്തെങ്കിലും 4 വർഷമോ? 4 ദിവസം. 4 ദിവസമായി. അനുഭവമുള്ള ഒരാളുടെ വന്നതാണ്. അപ്പൊ അനുഭവം തന്നെ എനിക്ക് ഒന്നുകൂടെ ഉറപ്പിച്ചിരിക്കുന്നു. നമ്മൾ നിൽക്കുന്ന മണ്ണാണ് ചെന്നൈ. ഇവിടെ കട മെയിൻ സൂപ്പർ ചെന്നൈ. ചെന്നൈയിലൊന്ന് എന്നൊക്കെ പഠിച്ച ചെന്നൈയിലൊന്ന് നിറയെ കാര്യങ്ങൾ പഠിച്ചു കഴിച്ചു. ചെന്നൈയിലൊന്ന് ഇതേപോലെ ആലോചിച്ച് നിൽക്കാൻ വേണ്ടി പഠിച്ചു കഴിച്ചു. ആലോചിച്ച് നിൽക്കാൻ പഠിച്ചു. പിന്നെ സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ പഠിച്ചു കഴിച്ചു. വെറുതെ ഇരിക്കാൻ പഠിച്ചു കഴിച്ചു. ഒരുപാട് എനിക്ക് ചെന്നൈ പഠിപ്പിച്ചു കഴിച്ചു. ഞാൻ 90 കിലോ ആയിട്ട് വന്നതാണ്. ഇപ്പൊ കണ്ടില്ലേ, ഞാൻ ഇവിടുന്ന് പോയത് 72 കിലോ ആയിട്ടാണ് പോയത്. ഓപ്പണായിട്ട് പറയണമെങ്കിൽ എനിക്ക് ചെന്നൈ ഇഷ്ടപ്പെട്ടില്ല. ഫുഡ് എന്താ പറയുക, ഫുഡ് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ വെള്ളം, നമ്മൾ ഇവിടുത്തെ ഒരു കൾച്ചർ സെറ്റ് ആയിട്ടില്ല ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നമ്മൾ അവസാനിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു ഗൈസ്. ദിസ് ഇസ് പ്രബിൻ.